ഇന്ന് ഞങ്ങൾ പൂളിയും ചിക്കൻ കറിയും ഉണ്ടാക്കിയത്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെന്ന് കാണാവേ. സുനേഷിന്റെ അടുക്കളയിലാണ്. എന്നൊരു അടുക്കള ആകുമ്പോൾ നിങ്ങൾക്ക് ചടക്കണ്ടെന്ന് വിചാരിച്ചെന്ന് മാറി മാറി. അപ്പോൾ ചിന്നുവിന്റെ അടുക്കളയിലും സിത്തുവിന്റെ അടുക്കളയിലൊക്കെ നമ്മൾ വരും. അപ്പോൾ എല്ലാം കാണാൻ കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങോട്ട് വന്ന് കുടുങ്ങിയ ഇവിടെ ഉയർന്ന പാത്രത്തിലൊക്കെയാണ് കളി. ഇവിടെ കളിക്കാൻ ഒന്നും ഇല്ലാത്തതുകൊണ്ടേ അവിടെ ആകുമ്പോൾ ഒരു മുറ്റത്ത് മണ്ണിലും മാന്തി അങ്ങനെ കളിക്കലാണ്. അപ്പോൾ നമുക്ക് അരിഞ്ഞൊക്കെ സെറ്റായിട്ട് കാണാം കേട്ടോ. നമുക്ക് തക്കാളി പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആക്കിയിട്ടുണ്ട്, ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഉണ്ടാക്കാൻ തുടങ്ങാം. അടുപ്പത്ത് ചട്ടി വെച്ചത് നല്ല ചൂടായി. ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി നമുക്ക് കുറച്ച് പട്ട ഗ്രാമ്പൂ ഏലക്കായ ഇട്ടെടുക്കട്ടോ. കുറച്ച് ഉള്ളി ഇട്ടിട്ടുണ്ട്. ഇനി വലിയുള്ളി ഇടാം, സവാള കുറച്ച് ഉപ്പിട്ട് കൊടുക്കട്ടെ. അപ്പോൾ ഉള്ളി വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി അതൊക്കെ കേട്ടോ. കറിവേപ്പില്ല. പിന്നത് മല്ലിച്ചപ്പാണ് കേട്ടോ. ഞങ്ങളെ വീട്ടിലൊക്കെ ഉണ്ട്. അത് എല്ലായിടത്തും ഉണ്ടോ നോക്കാം. ഇതാ ഞങ്ങൾ ഇടല്, കടയൊക്കെ വാങ്ങലില്ല. പിന്നെ ഇത് ഞങ്ങൾ കറി ഇടുന്നതാണ്. പക്ഷെ ഇതിൻ്റെ പേരെന്താ ശരിക്കും അറിയില്ല കേട്ടോ. ഇത് അറിയാണെങ്കിൽ ഈ പേരൊന്ന് കമന്റ് ചെയ്യണേ. അതിൻ്റെ പേര് പൊരിച്ചെടുക്കാം. ആ ഉപ്പ് വേണ്ടേ? നമ്മളിനി കറിയിലിടുമല്ലോ. ഉപ്പിട്ടാണ്. കുഴയ്ക്കുമ്പോൾ പ്രേക്ഷകരോട് എന്താ പറയുക വെച്ചാൽ പറയും. എന്തൊക്കെ പറയാം. ഇങ്ങനെയാണ് ഞാൻ അയ്യോ ജസ്റ്റ് ഒന്ന് ഒരു ആപ്പ് പൊരിയില്ലേ. അപ്പൊ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കും. പല രീതിക്ക് ഉണ്ടാക്കൂലേ. ട്രൈ ചെയ്യാട്ടോ. മൊബൈലിൽ എത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് അറിയില്ല. ഇവിടെ ഒരു താപ്പായ കെട്ടിയിട്ടേ നീല കളറായി നിൽക്കുക. ചിക്കനൊക്കെ നേരിട്ട് നല്ല നല്ല ചുവപ്പ് നിറമൊക്കെ നല്ല കാശ്മീരി മുളക് പൊടിൻ്റെ നിറമൊക്കെ ഉണ്ട്. പക്ഷെ ഇതിൽ കാണുമ്പോൾ പൊടി കേട്ടോ, മുളക് പൊടി പൂള ഞങ്ങൾ ഉണ്ടാക്കുന്ന കാണിച്ചിട്ട് കേട്ടോ. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ വേവിച്ച് ഉപ്പിട്ട് വേവിച്ചല്ലേ. കുക്കറിലാണ് ഞങ്ങൾ ഇടുന്നത്. മുളക് പൊടി മഞ്ഞൾപ്പൊടി നിങ്ങൾ നല്ലോണം മല്ലി ഇടുമോ? മല്ലി ഇടും. മല്ലിപ്പൊടി കേട്ടോ. ചിലപ്പോൾ മല്ലിപ്പൊടി കുറച്ച് കൂടുതലുണ്ട്. ഇതിലേക്ക് നമ്മൾ ആപ്പ് വേവായ ചിക്കൻ ഇട്ടിടുക. ഇപ്പം നമ്മൾ ഇതിലുള്ള കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. അത് അടിച്ചിട്ട് ഇങ്ങനെ കട്ടാം. എനിക്ക് ആയ പാത്രങ്ങൾ ഇങ്ങനെ കഴിക്കണം. കഴുകിയില്ലെങ്കിൽ കുട്ടി കഴിക്കോളും, ഞങ്ങൾ തരാം. ആയ പാത്രങ്ങൾ അങ്ങോട്ട് ഇങ്ങനെ വെക്കട്ടോ. ഇങ്ങനെ കൂട്ടി പിടിച്ചോളി. ഒരു ചട്ടി ചൂടുണ്ട്. ഇതിൽ തീയൊക്കെ കത്തി ശരിക്ക് കത്തി പിടിച്ചിട്ടുണ്ട്. എന്താ തീയൊക്കെ ശരിക്ക് കത്തി പിടിച്ച്. അപ്പോൾ ചിക്കൻ അവിടെ വേവിനടുക്കി വെന്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളപ്പുറത്ത് ഗ്യാസ് ആണ് പൂള വെച്ചതിലേമ. ഇതിലേക്ക് അത് ഏകദേശം റെഡി ആവാനായിട്ടുണ്ട് അല്ലേ. ചിക്കൻ ഏകദേശം ആയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്.
വണ്ടി എത്തി കളിക്കുന്നത് അവിടെ. അവലൊക്കെ ഇവിടെ കഞ്ഞി കുടിക്കുന്നുണ്ട്, ചിലവര് മിച്ചർ തിന്നുന്നുണ്ട്. അതാ വണ്ടി എത്തി കളിക്കണേ. അത് പറഞ്ഞപ്പോ വേഗം തിന്നണോ നോക്കടാ. ഞാൻ കഞ്ഞി കുടിക്കാൻ ആയി പറയും. ഞാൻ കഞ്ഞി കുടിക്കാൻ കഞ്ഞി കുടിക്കാ. ആരെങ്കിലും എന്തെങ്കിലും പറയാൻ പറഞ്ഞാൽ പിന്നെ ഒന്നും പറയില്ല. അല്ലെങ്കിൽ നമ്മള് പറയുന്നതിനൊക്കെ റിപ്പീറ്റ് അടിക്കും. നമ്മളിപ്പോ എന്തെങ്കിലും പറഞ്ഞാൽ അതന്നെ തിരിച്ചു പറയും. അതുകൊണ്ട് പോടാന്നൊന്നും പറയത്തില്ല, തിരിച്ചൊക്കെ പറയും. ഞങ്ങൾ അതിനൊന്നും പറയാറില്ല. സൂക്ഷിച്ചു വേണം അല്ലേ കൈകാര്യം ചെയ്യാൻ. നല്ല ആവി പറക്കണ പൂള നല്ല വെന്തില്ലേ. പോയി ഒരാളെ ഇവിടെ കസാരയിൽ ഇരുന്ന് കേട്ടോ അമ്മനെ ഇരുത്തുകയാണ്. അമ്മക്കില്ല, അമ്മക്ക് ചായ ഇല്ല. അക്കുവ പലകമ്മല. ഞങ്ങള് നിങ്ങളെ പോലെ കസാരമ്മലൊന്നല്ലല്ലോ അക്കുവ. പലകമ്മ ഇരിക്ക. ആ നല്ല അടിപൊളി ചിക്കൻ കറി. കുട്ടിയൊക്കെ ചായ ചൂടാറ്റി കൊണ്ടു. എങ്ങനെയുണ്ട് ഞങ്ങളെ ചിക്കൻ കറി? സൂപ്പർ. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാണ്ട് ചോറ് കഴിക്കാട്ടോ. അപ്പോൾ പ്രസന്നേച്ചിന്റെ ചിക്കൻ കറി നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. ആ ഇല ഇട്ടോണ്ടാണോ അറിയില്ല, നല്ല സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പൂളി ചിക്കനൊക്കെ കഴിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.